അതല്ല, ദൈവകൃപയാൽ സ്തോത്രം ഓരോ പർവ്വതത്തിലൊന്ന് കയറാൻ ഭാഗ്യം കിട്ടി. ഓരോ ആ തീ കത്തിയ ഇടം എല്ലാം പോയി കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം കിട്ടി. ദൈവദാസന്മാരെ ആമേ, നമ്മുടെ ജീവിതമെന്ന കർത്തവ എന്ന മുൾപ്പടർപ്പിനകത്ത് യേശുവേ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരും. നമ്മുടെ വിളി കേട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. അവൻ 40 വർഷം കർത്തവയുടെ തീച്ചൂളയ്ക്കകത്തുകൂടെ മോശ മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവൻ ആ മുൾപ്പടർപ്പ് എന്നും നോക്കുന്ന മുൾപ്പടർപ്പ്, പക്ഷേ അവനെ വിടുവിക്കേണ്ട സമയമായപ്പോൾ ആ മുൾപ്പടർപ്പിനകത്ത് തന്നെ ആമേ സ്തോത്രം ദൈവ സാന്നിധ്യം വെളിപ്പെടാനിടയായി. രാത്രി പറയട്ടെ, ആമേ സ്തോത്രം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സന്ദർശിക്കാൻ സമയമായി. നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ സന്ദർശിപ്പാൻ സമയമായി. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അവൻ ഭവനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന രോഗ ബലഹീനതകളെ ഓർത്ത് ഇനി നാളത്തെ ദിനം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ഓർത്ത് എന്നെ സന്ദർശിക്കുന്നത്, എന്റെ വിഷയത്തിന്റെ നടുവിൽ സന്ദർശിക്കുന്ന ദൈവമുണ്ട്. കർത്തവയുടെ നടുവിൽ മോവാബിൽ നിന്നുകൊണ്ട് നാഓമി വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു.